ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു SMPS ആണ് റിപ്പയർ ചെയ്യാനുള്ളത്. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് LED കാണാം, ഇത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ, നിയർലി 3 വോൾട്ടേ ഉള്ളൂ. മാത്രമല്ല അത് വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്താണ് ഇതിൻ്റെ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു സിംഗിൾ സ്ക്രൂ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മളുടെ SMPSൻ്റെ സർക്യൂട്ട് ബോർഡ്. അപ്പോൾ ഫിസിക്കൽ ഡാമേജസ് ഒന്നും കാണാനില്ല. അപ്പോൾ നമുക്ക് ഏതെങ്കിലും കമ്പോണൻസ് ഡാമേജ് ആണോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സർക്യൂട്ട് അഴിച്ച് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ മറക്കരുത്. ഇതിൽ വോൾട്ടേജ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നിയർലി 25 വോൾട്ട് അടുത്ത് ഉണ്ട്. അപ്പോൾ അത് ഡിസ്ചാർജ് ചെയ്യാൻ മറക്കരുത്. ഡിസ്ചാർജ് ചെയ്തില്ലെങ്കിൽ ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ മൾട്ടിമീറ്റർ പോലുള്ള ഡിവൈസസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കംപ്ലൈൻ്റ് ആകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഡിസ്ചാർജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ സർക്യൂട്ടിൽ വേറെ പ്രത്യക്ഷത്തിൽ എറേഴ്സ് ഒന്നും കാണാനില്ല. അപ്പോൾ ഇവിടെ കുറച്ച് റസ്റ്റിംഗ് ഒക്കെ ആയിട്ടുണ്ട്, ടെമ്പറേച്ചറിൻ്റെ ഒരു പ്രോബ്ലം വന്ന പോലെ. പിന്നെ ഇവിടെയും കുറച്ച് ഡാമേജസ് ഒക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കമ്പോണൻ്റ്, ഇത് തെർമിസ്റ്ററാണ്, അതിൻ്റെ ലീഡ് ഇവിടെ റസ്റ്റിംഗ് ആയിട്ടുണ്ട്. കാണാൻ പറ്റുമോ എന്നറിയില്ല, നോക്കട്ടെ. ഓക്കെ, ഇതിൻ്റെ ലീഡ് കുറച്ച് തുരുമ്പ് പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് SMPSൻ്റെ ഔട്ട്പുട്ടിലെ 1015 MBR 1015 ഷോട്ട്കി ഡയോഡും ഒരു അഡ്ജസ്റ്റബിൾ റെഗുലേറ്റർ ഉണ്ട്, TL431. അത് രണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, TL431 ഓൾമോസ്റ്റ് കണ്ടിന്യൂറ്റിയാണ് കാണിക്കുന്നത്. മേ ബി സർക്യൂട്ടിലായതുകൊണ്ടായിരിക്കാം. അപ്പോൾ അത് നമുക്ക് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഡയോഡ് പ്രോബ്ലം കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് TL431 ഒന്ന് റിമൂവ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് TL431 അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് റെഗുലേറ്റർ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, TL431 PCBയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
ഓക്കെ, അപ്പോൾ ഇത് ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് TL431 ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കാം. കൂടാതെ ഞാൻ ഈ തെർമിസ്റ്റർ ഇതാണത് ഡാമേജായി പോയതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് TL431 ഒന്ന് റീപ്ലേസ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. തെർമിസ്റ്ററിൻ്റെ വാല്യൂ സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ട് അത് പുതിയത് വാങ്ങാൻ പറ്റിയില്ല. അപ്പോൾ പഴയത് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ട് വർക്കിംഗ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ മാർക്കിങ്ങിൽ കാണുന്ന പോലെ തന്നെ TL431 സർക്യൂട്ടിലേക്ക് PCBയിലേക്ക് ഇറക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ TL431 നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി സർക്യൂട്ടിലേക്ക് പവർ സപ്ലൈ കൊടുത്തിട്ട് ഔട്ട്പുട്ട് വരുന്നുണ്ടോ എന്ന് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സർക്യൂട്ടിലേക്ക് ഞാൻ പവർ സപ്ലൈ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോഡൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ലോഡ് കൊടുക്കുമ്പോൾ ബൾബ് പ്രകാശിക്കുന്നതായിട്ട് കാണാം. ഏകദേശം 1.7 ആംസ് ഡ്രോ ചെയ്യുന്നുണ്ട്. ഇതൊരു 5 ആംസിൻ്റെ SMPS ആണ്. അപ്പോൾ സർക്യൂട്ട് കൃത്യമായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊന്നും ഷോർട്ട് സർക്യൂട്ട് ആകാത്ത രീതിയിൽ വേണം ക്ലോസ് ചെയ്യാൻ. മെറ്റൽ കേസ് ആയതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധ വേണം. ഓക്കെ, 2 സ്ക്രൂ ആണ് നമുക്ക് സർക്യൂട്ടിലുള്ളത്. അടുത്തായിട്ട് ഈ ഹീറ്റ് സിങ്ക് പ്രോപ്പറായിട്ട് ഉറപ്പിക്കാനായിട്ട് ഇവിടെയാണ് ഇതിൻ്റെ സ്ക്രൂ ചെയ്യുന്നത്. ഒരെണ്ണം കൂടിയുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ഉറപ്പിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഉറപ്പിച്ചു. അടുത്തായിട്ട് നമുക്ക് ഈ കവർ കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിങ്ങനെ സ്ലൈഡ് ചെയ്താണ് ഇതിലേക്ക് ഇടുന്നത്. ഇതുകൂടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ SMPS ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സർവീസിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാം കൃത്യമായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ബോഡിയുമായിട്ട് സർക്യൂട്ടിന് കോണ്ടാക്ട്സ് ഒന്നുമില്ല എന്നൊന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, കോണ്ടാക്ട്സ് ഒന്നും കാണാനില്ല. ഇപ്പോൾ നമുക്ക് ഒന്നുകൂടി വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, SMPS ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാം കൃത്യമായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സർവീസിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു സർക്യൂട്ടുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്